ഉദ്വർത്തനം മേധസപ്രവിലായനം. ഉദ്വർത്തനം എന്ന ആരോഗ്യരക്ഷാ ഉപായത്തെക്കുറിച്ചാണ് നാം ഇവിടെ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. ആയുർവേദ ശാസ്ത്രത്തിൽ നിത്യേന ശീലിക്കാവുന്ന ഒരു വിധാനമായിട്ടാണ്, ഒരു ഉപാധിയായിട്ടാണ്, ചികിത്സാ മാർഗമായിട്ടാണ് ഉദ്വർത്തനത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ അതിസ്ഥൗല്യം, അതായത് ഭാരം, ശരീരത്തിൻ്റെ ഘനം അധികമായി വരുന്ന അവസ്ഥയിൽ ചികിത്സാർത്ഥമാണ് ഏറെ ആളുകൾ, ചികിത്സകർ ഉദ്വർത്തനത്തെ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരക്ഷയ്ക്കായിട്ട് അഭ്യംഗം, എണ്ണ തേച്ച് കൂടി പറയുന്നത് പോലെ തന്നെ ആവർത്തിക്കുകയും തുടരെ ശീലിക്കുകയും ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയും വേണമെന്നുള്ള ആശയത്തിലാണ് ശാസ്ത്രത്തിൽ ഉദ്വർത്തനത്തെ പറയുന്നത്. കഫത്തെ വിലയിപ്പിക്കുന്ന, ദ്രവിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന, ലയിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഉദ്വർത്തനത്തെ വിശേഷിപ്പിക്കുന്നത്. മേധസ്സിനെ, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിൻ്റെ അംശത്തെ വിലയനം ചെയ്ത് കളയുന്ന ഒരു പ്രക്രിയയാണ് ഉദ്വർത്തനം എന്നത്. അതിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ്. കൃത്യമായിട്ട് പല ലക്ഷ്യത്തിൽ, പല ഉദ്ദേശത്തിൽ അത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ത്രിഫലാദി ചൂർണം വളരെയധികം ചികിത്സകർ ഉദ്വർത്തനത്തിനായിട്ട് പല കാരണങ്ങളാൽ പല രോഗവിശേഷങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ത്രിഫല സൗന്ദര്യ സംവർദ്ധകമായ ഒരു ഉപയോഗക്രമത്തിൽ ഉൾപ്പെടുത്തി ഫേസ് പാക്ക് പോലെയുള്ള ക്രമത്തിൽ ചില ആയുർവേദ ചികിത്സകർ ആ ഒരു ലക്ഷ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന മേധസ്സിനെ ദ്രവിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന പ്രക്രിയയായ ഉദ്വർത്തനത്തിൽ ത്രിഫല ചൂർണം ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ഏറ്റവും പോപ്പുലറായിട്ട്, ഏറ്റവും പ്രസിദ്ധമായിട്ട് പ്രചാരത്തിലുള്ളതായ 2 യോഗങ്ങളാണ് കോലകുലത്താദിയും കൊട്ടൻ ചുക്കാദിയും. കൊട്ടൻ ചുക്കാദി യഥാർത്ഥത്തിൽ തൈല രൂപത്തിലാണ്. പല വിധത്തിലുള്ളതായ വാദ സംബന്ധമായിട്ടുള്ള വേദനകളിൽ, സന്ധി സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനകളിലൊക്കെ പുരട്ടാൻ അഭ്യംഗത്തിനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നതാണ്. അതേ മരുന്നുകൾ ചൂർണ്ണ രൂപത്തിൽ, പൊടിയുടെ രൂപത്തിലാക്കിയിട്ട്, ഡ്രൈഡ് പൗഡറാക്കിയിട്ട് ആണ് ഉദ്വർത്തനത്തിന് ഉപയോഗിക്കുന്നത്. സാധാരണ ഉദ്വർത്തനം നമ്മൾ അഭ്യംഗത്തിന് തൈലം താഴോട്ട് തടവുന്നതിനും വ്യത്യസ്തമായിട്ട് വിലോമമായിട്ട്, പ്രതിലോമമായിട്ടാണ്, താഴേന്ന് മുകളിലേക്കാണ് പൊതുവെ ഉദ്വർത്തനത്തിൻ്റെ സ്ട്രോക്കുകൾ. പൊടിയായാലും ചൂർണമായാലും തൈലമായാലും ഉദ്വർത്തനം എന്ന പ്രക്രിയ ഉദ്ദേശിക്കുന്നത് ഉത്സാദനമോ ഉത്കർഷണമോ, ഉരസൽ എന്നുള്ള സംഭവം എന്ന കാര്യം തത്വത്തിൽ ഫലപ്രദമായി നടക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ഇല്ലാതെയാകാനായിട്ടുള്ള കർഷണമോടെ നടക്കുകയുള്ളൂ. കോലകുലത്താദിയിൽ പ്രധാനമായിട്ടുള്ള ചേരുവകൾ 10-11 ആയുർവേദ ഔഷധങ്ങളാണ്. ഇതിനോടൊപ്പം അതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് വിശദമാക്കി തരാം. മുതിരയാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന മഷം, കോലം, കുലത്ഥം. അതിൽ കുലത്ഥമാണ് ഏറ്റവും ഉത്തമമായിട്ട് നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്ന, വേദനയെ ഇല്ലാതാക്കുന്നതായ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ചൂട് ശരീരത്തിൽ ജനിപ്പിക്കുകയും ചെയ്യും. ഉദ്വർത്തനം എന്ന പ്രക്രിയ കൊണ്ട്, ഈ പറയുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രക്രിയ ആയതുകൊണ്ട് ശരീരത്തിൽ താനെ ചൂടുണ്ടാവുകയും ചെയ്യും. ആ ചൂട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് കൊഴുപ്പ്, ഫാറ്റ് ബേൺ ഔട്ട് ആവും, ഇല്ലാതെയാവും. ദേവദാരം എന്ന ആയുർവേദ ഔഷധമൂലിക ഇതിലെ മറ്റൊരു ചേരുവയാണ്. വേദന സംഹാരി എന്ന രൂപത്തിൽ ദേവദാരത്തിൻ്റെ തൈലം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. എണ്ണക്കുരുക്കളിൽ പറയുന്നതായ തിലം, അതായത് എള്ള്, അതുപോലെ ആവണക്കിൻ്റെ കുരു, ഇതൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ടതായ വേദന സംഹാര രൂപത്തിലും ശരീരത്തിൽ പ്രവർത്തിപ്പിക്കാവുന്ന ഗുണങ്ങളുള്ളത് കൊണ്ട് അവയൊക്കെ ഈ കോലകുലത്താദിയുടെ യോഗത്തിൽ ചേർത്തു വരുന്നു. ലന്തക്കുരു അതുപോലെ നീർക്കെട്ട് കളഞ്ഞ് വേദന ഇല്ലാതാക്കുന്നതായ ഒരു ഔഷധമാണ്. സാമാന്യമായി പറയുകയാണെങ്കിൽ 45 മിനിറ്റ് വരെയാണ് ഒരു ഉദ്വർത്തനത്തിൻ്റെ സമയമായിട്ട് ചികിത്സാ ക്രമത്തിൽ ചികിത്സകർ ഉപയോഗിച്ചു വരുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള സന്ധികളിലെല്ലാം ഈ ചൂർണം കൊണ്ട് പ്രതിലോമമായിട്ട് തിരികെ, അതായത് താഴെ നിന്ന് മുകളിലേക്ക്
നമ്മളുടെ രക്തചംക്രമണത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ദിശയിൽ വേണം ഈ പറയുന്ന പ്രക്രിയ മർദ്ദം പ്രയോഗിക്കാനായിട്ട്. സാമാന്യന ഘർഷണം സംഭവിക്കാവുന്ന വിധത്തിൽ, ഉരസലുണ്ടാകാവുന്ന വിധത്തിൽ പ്രഷർ അപ്ലൈ ചെയ്ത് ശക്തിയായിട്ട് തന്നെ വേണം ഇതിൽ ഉദ്വർത്തനത്തിൽ ക്രിയ ചെയ്യാൻ. ഈ ക്രിയ പോലെ തന്നെ അഭ്യംഗത്തിലും ഞാൻ ഈ പറയുന്ന ലക്ഷണമാണ് ഉത്തമമായിട്ട് കരുതുന്നത്. വിയർപ്പ് പൊടിയുന്ന സ്വേദകണങ്ങൾ ഉണ്ടാവുന്നതായ അവസ്ഥയിലാണ് നമ്മൾ ഉദ്വർത്തനത്തിന് ഫലസിദ്ധി ഉണ്ടായി, പ്രയോജനം ഉണ്ടായി എന്ന് കരുതുക. ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് അലിഞ്ഞ് അത് വിയർപ്പായി പുറത്തേക്ക് പൊടിയുമ്പോഴാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ച കാര്യം നടന്നു ബോധ്യം വരികയും നമ്മൾ ആ പ്രക്രിയ 45 മിനിറ്റ് എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഒരു ചികിത്സാക്രമം അത് പൂർവകർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതായതെല്ലാം തന്നെ സ്വേദപ്രക്രിയകളും സ്നേഹപ്രക്രിയകളും ഒക്കെ തന്നെ 7 ദിവസമാണ് പഞ്ചകർമ്മ വിധാനത്തിൽ നമ്മൾ ചികിത്സയിൽ വിധിക്കാറ്. 7 ദിവസത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലും 14 ദിവസമോ അതല്ലെങ്കിൽ 21 ദിവസമോ ഒക്കെ ആചരിക്കാവുന്നതാണ്. ഡിസൈഡ് റിസൾട്ട് നമുക്ക് എന്താണോ പ്രതീക്ഷിക്കുന്നത്, വെയിറ്റ് കുറഞ്ഞിട്ട് 5 കിലോ മുതൽ 10 കിലോ വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. ആ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന, തുടക്കം വെക്കുന്നതായ ഒരു പ്രൊസീജിയറാണ് യഥാർത്ഥത്തിൽ ഉദ്വർത്തനത്തിൻ്റെ ചികിത്സാർത്ഥം സംഭവിക്കാവുന്ന കാര്യം. ക്രമത്തിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഔഷധ സേവ കൊണ്ടുകൂടി വിളങ്കാതി ചൂർണം, വിളങ്ക തണ്ടുലാതി ചൂർണം തുടങ്ങിയ ഔഷധ യോഗങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഭാരത്തെ ലഘൂകരിക്കുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ അമിത ഭാരത്തെ ഇല്ലാതാക്കുന്നതായിട്ട് ഔഷധയോഗമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ വരാസനാദി ക്വാഥം വളരെ വിശേഷപ്പെട്ടതാണ്. സ്ഥൗല്യ ഹര ചൂർണം എന്ന രീതിയിൽ അഷ്ടാംഗ ഹൃദയത്തിൽ ഒരു പ്രകരണത്തിൽ സ്ഥൗല്യത്തെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യോഗം പറഞ്ഞ് വിടങ്കസാരാമലകാഭയാന എന്ന് തുടങ്ങി അനവധി മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ചൂർണമാണ്. ലോഹത്തിൻ്റെ അളവ് അതിൽ ധാരാളമുണ്ട്. അത് ആണ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന അഷ്ടാംഗഹൃദയകാരൻ പറയുന്ന ഒരു യോഗം. അങ്ങനെ ഉള്ളിലേക്ക് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും പുറമേക്ക് മരുന്ന് ഉപയോഗിച്ച് ഉദ്വർത്തനം എന്ന പ്രക്രിയ ചെയ്യുന്നത് കൊണ്ടും സാമാന്യേന 2 ആഴ്ച കൊണ്ട് ഒരു 4 കിലോ മുതൽ 5 കിലോ വരെയൊക്കെ വെയിറ്റ് റിഡക്ഷൻ അമിതമായിട്ടുള്ള കൊഴുപ്പടിഞ്ഞിട്ടുള്ള ശരീരത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ ഈ മരുന്ന് ഔഷധ സേവ കാലാനുസൃതം ചെയ്യുകയാണെങ്കിൽ 2-3 മാസം കൊണ്ട് നമുക്കൊരു 5 മുതൽ 10 കിലോ വരെയൊക്കെ വേരിയേഷൻ ഉണ്ടാകാം. കൊഴുപ്പധികമില്ലാത്ത, ശരീരഭാരം അധികം ഉണ്ടാകുന്നത് മാംസപേശി പുഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ എല്ലിൻ്റെ അസ്ഥിയുടേതായിട്ടുള്ള ഭാരം കൊണ്ടോ ആണെങ്കിൽ വെയിറ്റിൽ അത്രയധികം മാറ്റം കണ്ടുവരുന്നില്ല. മറിച്ച് ശരീരത്തിൻ്റെ വണ്ണം, പൂർണ്ണത അത് കുറഞ്ഞു വന്ന് ലഘുവായിട്ടുള്ള ശരീരത്തെ ലഭിക്കാനായിട്ട്, സ്ട്രക്ചറലായിട്ട് കുറെ കൂടി നല്ല രീതിയിലുള്ള ശരീരത്തെ നമുക്ക് ഉണ്ടാവാനായിട്ട് ഉദ്വർത്തനം ശീലിച്ചാൽ സാധിക്കും. കൂടാതെ രക്തസംബന്ധമായിട്ടുണ്ടാകുന്ന, രക്തചംക്രമണത്തിന് തകരാറുണ്ടാക്കുന്ന വെരിക്കോസ് വെയിൻ മുതലായ രോഗങ്ങളിലൊക്കെ ഇന്ന് ചികിത്സകർ ഉദ്വർത്തനം ചെയ്ത് ചികിത്സിക്കാറുണ്ട്. അതിന് ഫലവും കാണാറുണ്ട്. കൊഴുപ്പടിഞ്ഞുകൂടി രക്തചംക്രമണത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ, രക്തസഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ അതിനെ